മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും ബോംബ് ഭീഷണി. കമ്മീഷണറുടെ മെയിലിലേക്കാണ് സന്ദേശം ലഭിച്ചത്. അതേസമയം ക്ലിഫ് ഹൗസിലും ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും ബോംബ് ഭീഷണി എത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഓഫീസിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു ദാസ്, 2 ദിവസമായി തലസ്ഥാനത്ത് വ്യാജ ബോംബ് ഭീഷണികൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരാണ് മെയിലിൽ ഈ ഭീഷണി അയക്കുന്നത് എന്ന് വ്യക്തവുമല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലുമൊക്കെ ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡ് അവർക്ക് വലിയ തലവേദനയായിരിക്കുന്നു. പരിശോധന തുടരുകയാണ്. അങ്ങനെ തന്നെയല്ലേ ടിൻഡു ദാസ്? തീർച്ചയായിട്ടും വിനോദ, പരിശോധന തുടരുകയാണ്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് രാജ്ഭവനിലും സമാനമായ രീതിയിൽ തന്നെ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ സന്ദേശം ലഭിക്കുന്നത് രാജ്ഭവനിലാണ്. ഈ ഇമെയിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന ജിമെയിൽ ഇങ്ങനെയാണ് പറയുന്നത്: മഞ്ചേരി കോൺഫറൻസ് ഡേ സൂസൈഡ് ബ്ലാസ്റ്റ് യൂസിങ് സൾഫർ ബേസ്ഡ് IEDs ആൻഡ് CMO ഇവാക്യുവേറ്റ്. മുഖ്യമന്ത്രിയെ അവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യണം. അതിമാരകമായിട്ടുള്ള സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടൊരു സൂയിസൈഡ് എന്ന പോലെ രീതിയിൽ ചാവേറായിട്ട് കൊണ്ടൊരു ബോംബാക്രമണം ഉണ്ടാകുമെന്ന രീതിയിലൊരു മെയിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു സന്ദേശം ഇമെയിലാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ DMK ജാഫർ സാദിഖ് നെക്സസ് കമ്മിങ് ഇൻ ടു കേരള ഫ്രം ദി കോയമ്പത്തൂർ. ഈ തമിഴ്നാട് DMK സഹായിച്ചുകൊണ്ടിരുന്ന ജാഫർ സാദിഖ് എന്ന പേരുള്ള ഒരു നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ ഒരു ലഹരി കടത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തമിഴ്നാട്ടിലുണ്ട്. ഈ ജാഫർ സാദിഖ് നാർക്കോട്ടിക്സ് ലഹരി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാളിപ്പോൾ ജയിലിലാണ്. അപ്പോൾ ആ നെക്സസ് സംഘമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പ്ലാൻ ഇട്ടിരിക്കുന്നതെന്ന തരത്തിലൊരു മെയിലാണ്, അല്ലെങ്കിൽ ഒരു ഇമെയിൽ സന്ദേശമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇമെയിൽ കാണുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാകും അത് വലിയ രീതിയിലുള്ള ഗ്രാമാറ്റിക് കറക്ഷൻ എന്നുള്ള ഒരു മെയിലല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഭാഷാശുദ്ധിയുള്ളൊരു ഇമെയിൽ സന്ദേശമല്ല. അതുപോലെ പ്രഥമ ദൃഷ്ടിയ തന്നെ അത് വ്യാജമാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു മെയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് അബ്ദുൾ അരുളപ്പഡോസ് എന്ന് പറയുന്ന ഒരു അബ്ദുൾ എന്ന പേരുള്ള ഒരു മെയിൽ IDയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള മെയിൽ വന്നിട്ട്. പക്ഷേ ആ മെയിൽ ID പരിശോധിക്കുമ്പോൾ അത് അത്തരത്തിലുള്ള മെയിൽ ID നിലനിൽക്കുന്നില്ല എന്നാണ് സൈബർ ഇടങ്ങൾ അല്ലെങ്കിൽ സൈബർ പോലീസിന് അത് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ നിരവധി ഇടങ്ങളിലായിട്ട് ജില്ലാ കളക്ടറേറ്റ് ഉൾപ്പെടെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകൾ, പ്രധാനപ്പെട്ട ഹോട്ടലുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഇമെയിൽ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ലഭിച്ചിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങളുടെയൊക്കെ IP അഡ്രസ്സ് തപ്പിയോ അല്ലെങ്കിൽ ഡൊമൈൻ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇത് ഒരു സ്ഥിരതയില്ലാത്തൊരു ഡൊമൈനായിട്ടോ ഒരു IP അഡ്രസ്സോ ആയിട്ടുള്ള വിവരങ്ങളാണ് സൈബർ സെല്ലിൽ ലഭിക്കുന്നത്. ആദ്യം ഗൂഗിളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം അത്തരത്തിലുള്ളൊരു IP അഡ്രസ്സ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നൊരു മറുപടിയാണ് സൈബർ സെല്ലിന് കിട്ടുന്നത്. പിന്നീട് പോകുന്നത് മൈക്രോസോഫ്റ്റിലേക്കാണ്. മൈക്രോസോഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് മൈക്രോസോഫ്റ്റിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൊടുത്ത് വിവരങ്ങൾ തേടാൻ ശ്രമിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഇത് ഡാർക്ക് വെബിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മെയിലാണ്. അത് ഹോട്ട്മെയിൽ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ ഡൊമൈനിൽ നിന്നും ഇത്തരത്തിലുള്ള ഡേറ്റാസ് അക്യൂർ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡേറ്റാസ് നമുക്ക് ശേഖരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിലുള്ള മറുപടികളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡാർക്ക് വെബ് സീരീസിൽ നിന്ന് ലഭിക്കുന്ന മെയിലുകളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ന് വന്ന മെയിലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെക്സസ് എന്ന വാക്കാണ്. ഇതുവരെ വന്നിട്ടുള്ള മെയിലുകളിൽ അത്തരത്തിലുള്ള വാക്കുകൾ, നെക്സസ് എന്ന വാക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ എമ്പുരാൻ പോലുള്ള സിനിമകൾ റിലീസായതിനു ശേഷമാണ് ഈ നെക്സസ് എന്ന വാക്ക് ഒരുപക്ഷെ കേരളത്തിൽ പോലും ഇത്രയും പോപ്പുലർ ആവുന്നത്. അതൊരു നിഗൂഢ അല്ലെങ്കിൽ ഒരു നിഗൂഢ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വാക്കൊക്കെയാണ്. അപ്പോൾ ആ വാക്കുകളൊന്നും ഇതുവരെയുള്ള മെയിലുകൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇതാരോ ഇത്തരത്തിൽ ഒരു സൈബർ വിങ്ങിനെയോ പോലീസിനെയോ ഒക്കെ മറഞ്ഞിരുന്ന് കളിപ്പിക്കുന്നത് പോലുള്ള ഒരു മെയിലായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു വലിയൊരു സംവിധാനത്തെ, ഒരു ഇൻ്റലിജൻസ് സംവിധാനത്തെ, ഒരു പോലീസ് സംവിധാനത്തെയൊക്കെ കോമാളിയാക്കിക്കൊണ്ട് മണ്ടന്മാരാക്കിക്കൊണ്ട് കളിക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് നമുക്ക് ഈ മെയിലിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മെയിലിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പ്രധാനമന്ത്രി 2-ാം തീയതി ഇത്തരത്തിൽ കേരളത്തിലേക്ക് വരാനിരിക്കുകയാണ്. ഇതിപ്പോൾ 9ാമത്തെ തവണ. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന മെയിൽ കൂട്ടി 8, രാജ്ഭവൻ ഓഫീസിലേക്ക് വന്നത് കൂടി 9. ഇന്ന് ഈ 2 ദിവസത്തിനുള്ളിൽ 9 ഇടങ്ങളിലായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഈ വ്യാജ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ബോംബ് സ്ക്വാഡും പോലീസും എത്തി പരിശോധനകൾ നടത്തി ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തും. പക്ഷേ വീണ്ടും മണിക്കൂറുകൾക്കകം അടുത്ത ബോംബ് സന്ദേശം അടുത്ത
ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുന്നോടിയായിട്ട് ഓഫീസുകൾ ഇവാക്യുവേറ്റ് ചെയ്യണമെന്നാണ് ആ മെയിലിൽ പറഞ്ഞിട്ടുള്ളത്. 2:30 ഈ ബോംബുകൾ പൊട്ടിത്തെറിക്കുമെന്നും ഈ മെയിൽ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംവിധാനത്തെ മൊത്തം അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെ മുഴുവനായിട്ട് ഇത്തരത്തിൽ ഈ വിറപ്പിക്കുന്ന പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സന്ദേശങ്ങൾ അയച്ചിട്ടും ഈ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഒരു സന്ദേശത്തിൻ്റെ ഉറവിടം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ച IP അഡ്രസ്സ് മാത്രമാണ്. ഈ IP അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള തെലങ്കാനയിൽ നിന്നുമായിരുന്നു. അതിൽ ബന്ധപ്പെട്ട ഒരാളെ പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന സന്ദേശങ്ങളൊന്നും അവിടെ നല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഡാർക്ക് വെബിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ഹോട്ട് മെയിലുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് സൈബർ വിങ്ങിന്റെ വ്യക്തമാണ്. ടിൻഡു, വ്യാജ ബോംബ് ഭീഷണികൾ തലസ്ഥാനത്ത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളം, പിന്നീട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ക്ലിഫ് ഹൗസ്, ഗതാഗത കമ്മീഷണറുടെ ഓഫീസ്, ഇവിടെയെല്ലാം ബോംബ് ഭീഷണി ഇമെയിലിൽ എത്തുകയാണ്. പ്രധാനപ്പെട്ട കമ്മീഷണറുടെ ഒക്കെ മെയിലാണ് ഇത്തരത്തിൽ ഭീഷണി എത്തുന്നത്. ആരാണ് ഇതിൻ്റെ ഉറവിടം, എവിടെ നിന്നാണ് ഇത്തരമൊരു സന്ദേശം എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാങ്കേതിക വിദഗ്ധർക്ക് ആകുന്നുമില്ല. എന്തായാലും ഭീഷണിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധനകൾ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ടിൻഡു ദാസ്.